ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ നാരായണീയാമൃതം യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്ന് 9-ാം ദിവസത്തെ പാരായണം ആരംഭിക്കുകയാണ്. പാരായണ ഭാഗങ്ങൾ: വാൽമീകിയുടെ ആത്മകഥ, ദശരഥൻ്റെ ചരമഗതി, ഭരതാഗമനം, ഭരതൻ്റെ വിലാപം, സംസ്കാരകർമ്മം. പാരായണം ചെയ്യുന്നത് ഷിബു ദിവാകരൻ. എല്ലാവർക്കും ശ്രീരാമചന്ദ്രസ്വാമിയുടെ അനുഗ്രഹമുണ്ടാകട്ടെ. ശ്രദ്ധാഭക്തിയോടുകൂടി പാരായണം ശ്രവിക്കുവാൻ ഏവർക്കും സാധിക്കട്ടെ. ഹരേ കൃഷ്ണ. ഹരിയം നാരായണ. വാൽമീകിയുടെ ആത്മകഥ. കർണാമൃതം തവ നാമമാഹാത്മ്യമോ വർണ്ണിപ്പതിനാർക്കുമാവതുമല്ലല്ലോ. ചിന്മയനായ നിന്നാമമഹിമയാൽ ബ്രഹ്മമുനിയായി ചമഞ്ഞിതു ഞാനെടു. ദുർമതി ഞാൻ കിരാതന്മാരുമായി പുരാ നിർമര്യാദങ്ങൾ ചിരേൻ പലതരം. ജന്മമാത്രദ്വിജത്വം ഉന്നമുള്ളതും ബ്രഹ്മകർമ്മങ്ങളുമൊക്കെ വെടിഞ്ഞു ഞാൻ. ശൂദ്രസമാചാരതൽപരനായൊരു ശൂദ്രതരുണിയുമായി വസിച്ചേൻ ചിരം. പുത്രരെയും വളരെ ജനിപ്പിച്ചിതു നിസ്ത്രപം ചോരന്മാരോടുകൂടെ ചേർന്നു. നിത്യവും ചോരനായി വില്ലുമമ്പും ധരിച്ചെത്ര ജന്തുക്കളെ കൊന്നേൻ ചതിച്ചു ഞാൻ. എത്ര വസ്തു പറിച്ചേൻ ദ്വിജന്മാരോടുമത്ര മുനീന്ദ്രവനത്തിൽ നിന്നേകത. സപ്തമുനികൾ വരുന്നതു കണ്ടു ഞാൻ തത്ര വേഗേന ചെന്നേൻ. മുനിമാരുടെ വസ്ത്രാദികൾ പറിച്ചിടുവാൻ മൂഢനായി. മധ്യാഹ്നമാർത്താണ്ഡതേജസ്വരൂപികൾ നിർദ്ദയം പ്രാപ്തനാം ദുഷ്ടനാമെന്നെയും വിദ്രുതം നിർജ്ജനെ ഘോരമഹാവനെ ദുഷ്വാസസംഭ്രമമെന്നോടരുൾ ചെയ്തു. തിഷ്ഠ തിഷ്ഠ ത്വയാ കർത്തവ്യമത്ര കിം. ദുഷ്ടമതേ പരമാർത്ഥം പറകെന്നു തുഷ്ട്യാ മുനിവരന്മാരരുൾ ചെയ്തപ്പോൾ. തിഷ്ടൂരാത്മായ ഞാനുമവർകളോടിഷ്ടം മതീയം പറഞ്ഞേൻ നൃപാത്മജ. പുത്രധാരാദികളുണ്ടെനിക്കെത്രയും ശുശ്രുത പ്രപീഡിതന്മാരായിരിക്കുന്നു. വൃത്തി കഴിപ്പാൻ വഴിപോക്കരോടു ഞാൻ നിത്യം പിടിച്ചു പറിക്കുമാറാകുന്നു. നിങ്ങളോടും ഗ്രഹിച്ചിടണമേതാനും ഇങ്ങനെ ചിന്തിച്ചു വേഗേന വന്നു ഞാൻ. ചോന്നാർ മുനിവരന്മാരതു കേട്ടുടനെന്നോടു മന്ദസ്മിതം ചെയ്തു സാദരം. എങ്കിൽ നീ ഞങ്ങൾ ചൊല്ലുന്നതു കേൾക്കണം. നിൻ കുടുംബത്തോടു ചെന്നു ചോദിക്ക നീ. നിങ്ങളെ ചൊല്ലി ഞാൻ ചെയ്യുന്ന പാപങ്ങൾ നിങ്ങൾ കൂടെ പകുത്തൊട്ടു വാങ്ങിയിടുമോ എന്നു നീ ചെന്നു ചോദിച്ചു വരുവോളം നിന്നിടുമത്രൈവ ഞങ്ങൾ നിസംശയം. യുദ്ധമാകർണ്യ ഞാൻ വീണ്ടുപോയി ചെന്നു മൽപുത്രരാദികളോടു ചോദ്യം ചെയ്തേ. ദുഷ്കർമ്മ സഞ്ചയം ചെയ്തു ഞാൻ
നിങ്ങളെയൊക്കെ ഭരിച്ചു കൊള്ളുന്നു ദിനം പ്രതി. തൽഫലമൊട്ടൊട്ടു നിങ്ങൾ വാങ്ങിയിടുമോ? മൽപാപമൊക്കെ ഞാൻ തന്നെ ഭുജിക്കുന്നു. സത്യം പറയണമെന്നു ഞാൻ ചൊന്നതിനുത്തരമായി അവരെന്നോടൊന്നു ചൊല്ലി, നിത്യവും ചെയ്യുന്ന കർമ്മഗണഫലം കർത്താവൊഴിഞ്ഞു മറ്റന്യൻ ഭുജിക്കുമോ? താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകന്നേ വരൂ. ഞാനുമതു കേട്ടു ജാതനിർവേദനായി മാനസേ ചിന്തിച്ചൊരനന്തരം, താപസന്മാർ നിന്നരുളുന്ന ദിക്കിനു താവേന ചെന്നു നമസ്കരിച്ചിടിനെ. നിത്യതബോധന സംഗമഹേതുനാ ശുദ്ധമായി വന്നിതന്നന്തഃകരണവും ത്യക്വാ ധനുസ്സരാദ്യങ്ങളും ദൂരെ ഞാൻ ഭക്ത്യാ നമസ്കരിച്ചേൻ പാദസന്നിധൗ. ദുർഗതി സാഗരേ മഗ്നനായി വീഴുവാൻ നിർഗമിച്ചിടുമെന്നെ കരുണാത്മനാ രക്ഷിച്ചു കൊള്ളേണമേ. ശരണാഗതരക്ഷണം ഭൂഷണമല്ലോ മഹാത്മനാം. സ്പഷ്ടമിത്യുക്ത്വാ പരിതം പദാന്തികേ ദൃഷ്ട്വാ മുനിവരന്മാരുമരുൾ ചെയ്തു, ഉത്തിഷ്ഠ ഭദ്രമുത്തിഷ്ഠതേ സന്തതം. സ്വത്യസ്തു ചിത്തശുദ്ധി സദൈവാസ്തു തേ. സദ്യഫലം വരും സജ്ജനസംഗമാദിദ്വജ്ജനാനാ മഹത്വത്വമേതാദൃശം ഇന്നു തന്നെ തരുന്നുണ്ടൊരുപദേശമെന്നാൽ നിനക്കതിനാലേ ഗതി വരും. അന്യോന്യമാലോകനം ചെയ്തു മാനസേ ധന്യതബോധനന്മാരും വിചാരിച്ചു, ദുർവൃത്തന്നേറ്റം ദ്വിജാധമനാമിവൻ ദിവ്യജനത്താലുപേക്ഷ്യനെന്നാകിലും. രക്ഷേതി ശരണം ഗമിച്ചവൻ രക്ഷണീയൻ പ്രയത്നേന ദുഷ്ടോപിവ. മോക്ഷമാർഗോപദേശേന രക്ഷിക്കണം സാക്ഷാൽ പരബ്രഹ്മബോധപ്രദാനേന. യുദ്ധമുക്ത്വാ രാമനാമവർണ്ണദ്വയം വ്യത്യസ്തവർണ്ണരൂപേണ ചൊല്ലിത്തന്നാർ. നിത്യം മരാമരേത്യവും ജപിക്ക നീ ചിത്തമേകാഗ്രമാക്കിക്കൊണ്ട നാരദം. ഞങ്ങളിങ്ങോട്ടു വരുവോളവും പുനരിങ്ങനെ തന്നെ ജപിച്ചിരുന്നിടു നീ. യുദ്ധമനുഗ്രഹം ദത്വാ മുനീന്ദ്രന്മാർ സത്വരം ദിവ്യപദാഗമിച്ചിടിനാൻ. നത്വാ മരേതി ജപിച്ചിരുന്നനേഹം ഭക്ത്യാ സഹസ്രയുഗം കഴിവോളവും. പുറ്റുകൊണ്ടെന്നുടൽ മൂടിച്ചമഞ്ഞിതു മുറ്റും മറഞ്ഞു ചമഞ്ഞിതു ബാഹ്യവും. താപസേന്ദ്രന്മാരുമന്നെഴുന്നള്ളിനാർ ഗോപതിമാരുദയം ചെയ്തതുപോലെ നിഷ്ക്രമിച്ചിടുന്നു ചൊന്നതു കേട്ടു ഞാൻ നിർഗമിച്ചിടിനേനാശുനാകുദാരല. വാത്മീകമധ്യേ തോന്നിന്നു ജനിക്കയാലം മുനീന്ദ്രന്മാരഭിധാനവും ചെയ്ത. വാത്മീകിയ മുനിശ്രേഷ്ഠൻ ഭവാൻ ബഹുലാത്മനായ വേദിയായി ബ്രഹ്മജ്ഞനാകനി എന്നരുൾ ചെയ്തെഴുന്നള്ളി. മുനികളുമന്നു തുടങ്ങി ഞാനിങ്ങനെ വന്നതും
രാമനാമത്തിൻ പ്രഭാവം നിമിത്തമായി രാമ ഞാനിങ്ങനെയായി ചമഞ്ഞിടിനെ. ഇന്നു സീതാ സുമിത്രാത്മജന്മാരോടും നിന്നെ മുതാ കാൺമതിന്നവകാശവും വന്നിതെനിക്കു മുന്നം ചെയ്ത പുണ്യവും നന്നായി ഫലിച്ചു കരുണാജലനിധേ. രാജീവലോചനം രാമം ദയാപരം രാജേന്ദ്രശേഖരം രാഘവം ചക്ഷുഷാ കാണായ മൂലം വിമുക്തനായേനഹം. ത്രാണനിപുണ ത്രിദശകുലപദേ സീതയാ സാർദ്ധം വസിപ്പതിനായൊരു മോദകരസ്ഥലം കാട്ടിത്തരുവൻ ഞാൻ പോന്നാലുമെന്നെഴുന്നള്ളിനാനന്ദികെ. ചേർന്നുള്ള ശിഷ്യപരിവൃതനാം മുനി ചിത്രകൂടാചലഗംഗയോരന്തരാ ചിത്രമായോരു ജലം ചിത്രമായോരുടജം തീർത്തു മാമുനി തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറും അക്ഷി വിമോഹനമായി രണ്ടു ശാലയും നിർമ്മിച്ചിവിടെയിരിക്കുന്നരുൾ ചെയ്തു. മന്മഥതുല്യൻ ജനകജതന്നോടും നിർമ്മലനാകിയ ലക്ഷ്മണൻ തന്നോടും ബ്രഹ്മാത്മനാമരുവീടിനാൻ രാമനും വാത്മീകിയാൽ നിത്യപൂജിതനായി സദാ. കാമ്യാംഗിയായുള്ള ജാനകി തന്നോടും സോദരനാകിയ ലക്ഷ്മണൻ തന്നോടും സാദരമാനന്ദമുൾക്കൊണ്ടുമേവിനാൻ ദേവമുനിവര സേവിതനാകിയ ദേവരാജൻ ദിവി വാഴുന്നതുപോലെ. ദശരഥന്റെ ചരമഗതി. മന്ത്രിവരനാം സുമന്ത്രരുമേറിയോരന്തശുജ ചെന്നയോധ്യപൂക്കീടിനാൻ. വസ്ത്രേണ വക്ത്രവുമാശ്ചാദ്യ കണ്ണുനീരർധ്യമിറ്റിറ്റു വീണും തുടച്ചു മത്തേരും പുറത്തു ഭാഗത്തു നിർത്തിച്ചെന്ന് ധീരതയോടു നൃപനെ വണങ്ങിനാൻ. ധാത്രീപദേ ജയ വീരമൗലേ ജയ ശാസ്ത്രമദേ ജയ ശൗര്യാംബുധേ ജയ കീർത്തിനിധേ ജയ സ്വാമിൻ ജയ ജയ മാർത്താണ്ഡഗോത്രജാതോ സസമേ ജയ. ഇത്തരം ചൊല്ലി സ്തുതിച്ചു വണങ്ങിയ ഭൃത്യനോടാശു ചോദിച്ചു നൃപോത്തമൻ. സോദരനോടും ജനകാത്മജയോടുമേതൊരു ദിക്കിലിരിക്കുന്നു രാഘവൻ. നിർലജ്ജനായതി പാപിയാമെന്നോടു ചൊല്ലുവാനെന്തോന്നു ചൊല്ലിയതെന്നുടെ ലക്ഷ്മണനെന്തു പറഞ്ഞു വിശേഷിച്ചു ലക്ഷ്മീ സമയായ ജാനകീ ദേവിയും. ഹാ രാമ ഹാ ഗുണവാരിധേ ലക്ഷ്മണ വാരിജലോചനേ ബാലേ മിഥിലജേ. ദുഃഖം മുഴുത്തു മരിപ്പാൻ തുടങ്ങുന്ന ദുഷ്കൃതിയാമെന്നരികത്തിരിപ്പാനും മക്കളെയും കണ്ടെനിക്കു മരിപ്പാനും ഇക്കാലമില്ലാതെ വന്നു സുകൃതവും.
യുദ്ധം പറഞ്ഞു കേഴുന്ന നൃപേന്ദ്രനോടുൾത്താപമോടുരച്ചേതു സുമന്ത്രരും ശ്രീരാമസീതാ സുമിത്രാത്മജന്മാരെ തേരിലേറ്റിക്കൊണ്ടുപോയേൻ തവാജ്ഞയ ശൃംഗിവേരാഖ്യപുരസവിധേ ചെന്നു ഗംഗാതടേ വസിച്ചിടും ദശാന്തരെ കണ്ടു തൊഴുതിതു ശൃംഗിവേരാധിപൻ കൊണ്ടുവന്നു ഗുഹൻ മൂലഫലാദികൾ തൃക്കൈകൾ കൊണ്ടതു തൊട്ടു പരിഗ്രഹിച്ച കുമാരന്മാർ ജടയും ധരിച്ചിതു. പിന്നെ രഘൂത്തമൻ എന്നോടു ചൊല്ലിനാൻ എന്നെ നിരൂപിച്ചു ദുഃഖിയായി കാരുമേ ചൊല്ലേണമെന്നുടെ താതനോടും ബലാലല്ലലുള്ളത്തിലുണ്ടാകാതിരിക്കണം. സൗഖ്യമയോധ്യയിലേറും വനങ്ങളിൽ മോക്ഷസിദ്ധിക്കും പെരുവഴിയായി വരും. മാതാവിനും നമസ്കാരം വിശേഷിച്ചു ഖേദമെന്നെ കുറിച്ചുണ്ടാകരുതേതും. പിന്നെയും പിന്നെയും ചൊൽക പിതാവതി ഖിന്നനായി വാർദ്ധക്യ പീഡിതനാകയാൽ എന്നെ പിരിഞ്ഞുള്ള ദുഃഖമശേഷവും ധന്യവാക്യാമൃതം കൊണ്ടടക്കിയിടണം. ജാനകിയും തൊഴുതെന്നോടു ചൊല്ലിനാളാനന പത്മവും താഴ്ത്തി മന്ദം മന്ദം അശ്രുകണങ്ങളും വാർത്തു സഗദ്ഗദം ശ്വശ്രുപാദേഷു സാഷ്ടാംഗം നമസ്കാരം തോണിക്കരേറി ഗുഹനോടു കൂടവേ പ്രാണവിയോഗേന നിന്നേനടിയനും അക്കരെ ചെന്നിറങ്ങിപ്പോയി മറവോളമിക്കരെ നിന്നു ശവശരീരം പോലെ. 4-5 നാഴിക ചെന്നവാറേ ധൈര്യമാലംബ്യമന്ദം നിർവൃത്തനായിടിനാൻ. തത്ര കൗസല്യ കരഞ്ഞു തുടങ്ങിനാൾ. ദത്തമല്ലോ പണ്ടു പണ്ടേ വരദ്വയം ഇഷ്ടയായോരു കൈകേയിക്കു രാജ്യമോ തുഷ്ടനായി നൽകിയാൽ പോരായിരുന്നിതോ മൽപുത്രനെ കാനനാദേ കളവതിനിപ്പാപിയന്തു പിഴച്ചിതു ദൈവമേ. ഏവമെല്ലാം വരുത്തി തനിയേ പരിദേവനം ചെയ്വതിനെന്തൊരു കാരണം. ഭൂപതി കൗസല്യ ചൊന്നൊരു വാക്കുകൾ താപേന കേട്ടു മന്ദം പറഞ്ഞിടിനാൻ. പുണ്ണിലൊരു കൊള്ളി വയ്ക്കുന്നത് പോലെ പുണ്യമില്ലാതെ മാം ഖേദിപ്പിയായിക നീ. ദുഃഖമുൾക്കൊണ്ടു മരിപ്പാൻ തുടങ്ങുമെന്നുൾക്കാമ്പുരുക്കിച്ചമയ്ക്കായ്ക വല്ലഭേ. പ്രാണപ്രയാണമടുത്ത തപോധനൻ പ്രാണവിയോഗേ ശപിച്ചതു കാരണം. കേൾക്ക നീ ശാപവൃത്താന്തം മനോഹരേ. സാക്ഷാൽ തപസ്വികളീശ്വരന്മാരല്ലോ. അർദ്ധരാത്രോ ശരജാലവും ചാപവും ഹസ്തേ ധരിച്ചു
മൃഗയായി വിവശനായി. വാഹിനീ തീരെ വനാന്തരെ മാനസമോഹന നിൽക്കുന്ന നേരമൊരു മുനി ദാഹേന മാതാപിതാക്കൾ നിയോഗത്താൽ സാഹസത്തോടിരുട്ടത്തു പുറപ്പെട്ടു കുംഭവും കൊണ്ടു നീർക്കോരുവാൻ വന്നവൻ കുംഭേന വെള്ളമൻപോടു മുക്കും വിധൗ കുംഭത്തിൽ നീരകമ്പുക്ക ശബ്ദം കേട്ടു കുംഭിതുമ്പിക്കൈലംഭോഗതമിതി ചിന്തിച്ചുടൻ നാദഭേദിനം സായകം സന്ധായ ചാപേ ദൃഢമയച്ചീടിനാൻ. ഹാ ഹാ ഹസ്തോമ്യഹം ഹാ ഹാ ഹസ്തോമ്യഹം ഹാഹേതി കേട്ടിതു മാനുഷവാക്യവും. ഞാനൊരു ദോഷമാരോടുമേ ചെയ്തില്ല കേനവാഹന്തഹദോഹം വിധേവൃത പാർത്തിരിക്കും ഇതു മാതാപിതാക്കന്മാരാർത്തി കൈക്കൊണ്ടു തണ്ണീർക്കുദാഹിക്കയാൽ ഇത്തരം മർത്യനാദം കേട്ടു ഞാനതിസ്ത്രസ്തനായി തത്ര ചെന്നെത്തലോടും തഥാ താപസബാലകൻ പാദങ്ങളിൽ വീണു താപേന ചൊന്നേൻ മുനിസുതനോടു ഞാൻ സ്വാമിൻ ദശരഥനായ രാജാവു ഞാൻ മാമപരാധിനം രക്ഷിക്ക വേണമേ. ഞാനറിയാതെ മൃഗയാ വിവശനായാന തണ്ണീർ കുടിക്കും നാദമെന്നോർത്തു ബാണമെയ്താനതിപ്പാപിയോരു ഞാൻ പ്രാണൻ കളയുന്നതുണ്ടിനി വൈകാതെ. പാദങ്ങളിൽ വീണു കേണിയിടുമെന്നോടു ഖേദം കലർന്നു ചൊന്നാൻ മുനിബാലകൻ കർമ്മമത്രേ തടുക്കാവതല്ലാർക്കുമേ ബ്രഹ്മഹത്യാ പാപമുണ്ടാകയില്ലതെ. വൈശ്യനത്രേ ഞാൻ മമ പിതാക്കന്മാരെ ആശ്വസിപ്പിക്ക നീ ഏതുമേ വൈകാതെ. വാർദ്ധക്യമേറി ജരാനരയും പൂണ്ടു നേത്രവും കാണാതെ പാർത്തിരുന്നിടുന്നു ദാഹേന ഞാൻ ജലം കൊണ്ടങ്ങു ചെല്ലുവാൻ ദാഹം കെടുക്ക നീ തണ്ണീർ കൊടുത്തിനി വൃത്താന്തമെല്ലാവരോടറിയിക്ക സത്യമെന്നാൽ അവർ നിന്നെയും രക്ഷിക്കും. എന്നുടെ താതനു കോപമുണ്ടാകിലോ നിന്നെയും ഭസ്മമാക്കിയിടുമറിക നീ. പ്രാണങ്ങൾ പോകാഞ്ഞു പീഡയുണ്ടേറ്റവും ബാണം പറിക്ക നീ വൈകരുതേതുമേ എന്നതു കേട്ടു ശല്യോധരണം ചെയ്തു പിന്നെ സജലം കലശവും കൈക്കൊണ്ടു ദമ്പതിമാരിരിക്കുന്നവിടേക്കതിസംഭ്രമത്തോടു ഞാൻ ചെല്ലും ദശാന്തരെ. വൃദ്ധതയോടു നേത്രങ്ങൾ വേർപ്പെട്ടർദ്ധരാത്രിക്കു വിശന്നു ദാഹിച്ചഹോ വർത്തിക്കുമെങ്ങൾക്കു തണ്ണീർക്കു പോയൊരു പുത്രനുമിന്നു മറന്നു കളഞ്ഞിതോ. മറ്റില്ലൊരാശ്രയം ഞങ്ങൾക്കൊരു നാളും മുറ്റും ഭവാനൊഴിഞ്ഞെന്തു വൈകിടുവാൻ. ഭക്തിമാനേറ്റവും
മുന്നമെല്ലാം അതിസ്വസ്ഥനായി വന്നിതോ നീ കുമാരാബലാൽ. ഇപ്രകാരം നിരൂപിച്ചിരിക്കും വിധൗ മൽപാദവിന്യാസജധ്വനി കേൾക്കായി. കാൽപ്പെരുമാറ്റം മദീയം തഥാ കേട്ടു താൽപര്യമോടു പറഞ്ഞു ജനകനും. വൈകുവാനെന്തു മൂലം മമ നന്ദന വേഗേന തണ്ണീർ തരിക നീ സാദരം. ഇത്തമാകർണ്യ ഞാൻ ദമ്പതിമാർ പദം ഭക്ത്യാ നമസ്കരിച്ചെത്രയും ഭീതനായി വൃത്താന്തമെല്ലാം അറിയിച്ചതന്നേരം. പുത്രനല്ലയോധ്യാധിപനാകിയ പൃഥ്വീവരൻ ഞാൻ ദശരഥനെന്നു പേർ. രാത്രൗ വനാന്തേ മൃഗയാ വിവശനായി ശാർദൂലമുഖ്യ മൃഗങ്ങളെയും കൊന്നു പാർത്തിരുന്നേ. നദീതീരെ മൃഗാശയ കുംഭത്തിൽ നീരകമ്പുക്ക ശബ്ദം കേട്ടു. കുംഭീവരൻ നിജ തുമ്പിക്കരം തന്നിൽ അംഭസ്സു കൊള്ളുന്ന ശബ്ദം എന്നോർക്കയാൽ അമ്പയച്ചേനറിയാതെ അതും ബലാൽ. പുത്രനു കൊണ്ട നേരത്തു കരച്ചിൽ കേട്ടെത്രയും ഭീതനായി തത്ര ചെന്നീടിനാൻ. ബാലനെ കണ്ടു നമസ്കരിച്ചേനതു മൂലവും അവനുമെന്നോടു ചൊല്ലിടിനാൻ. കർമ്മമത്രേ മമ വന്നതിതു തവ ബ്രഹ്മഹത്യാ പാപമുണ്ടാകയില്ലതെ. കണ്ണും പൊടിഞ്ഞു വയസ്സുമേറെ പൂക്കു പർണശാലേ പർണശാലാന്തേ. വിശന്നുദാഹത്തോടും എന്നെയും പാർത്തിരിക്കും പിതാക്കന്മാർക്കു തണ്ണീർ കൊടുക്കയെന്നെന്നോടു ചൊല്ലിനാൻ. ഞാനതു കേട്ടുഴറ്റോടു വന്നേനിനി. ജ്ഞാനികളാം നിങ്ങളൊക്കെ ക്ഷമിക്കണം. ശ്രീപാദ പങ്കജമെന്നിയെ മറ്റില്ല പാപിയോരടിയന്നവലംബനം. ജന്തുവിഷയ കൃപാവശന്മാരല്ലോ സന്തതം താപസപുങ്കവന്മാർ നിങ്ങൾ. ഇത്തമാകർണ്യ കരഞ്ഞവരെത്രയും ദുഃഖം കലർന്നു ചൊല്ലിടിന. പുത്രനെവിടെ കിടക്കുന്നിതു ഭവാൻ? തത്രൈവ ഞങ്ങളെ കൊണ്ടുപോയിടണം. ഞാനതു കേട്ടവർ തമ്മേയെടുത്തതിദീനതയോടു മകനുടൽ കാട്ടിനേൻ. കഷ്ടമാഹന്ത കഷ്ടം കർമ്മമെന്നവർ തൊട്ടുതലോടിത്തനയ ശരീരവും പിന്നെ പലതരം ചൊല്ലി വിലപിച്ചു ഖിന്നതയോടവരെന്നോടു ചൊല്ലിനാർ. നീ ഇനി നല്ല ചിത ചമച്ചിടണം. തീയുമേറ്റം ജ്വലിപ്പിച്ചു വൈകിടാതെ തത്ര ഞാനും ചിത കൂട്ടിയേനന്നേരം. പുത്രേണ സാകം പ്രവേശിച്ചവർകളും ദഗ്ധദേഹന്മാരുമായി ചെന്നു മൂവരും വൃത്രാരിലോകം ഗമിച്ചു വാണിടിനാർ. വൃദ്ധതബോധനന്നേരമെന്നോടു പുത്രശോകത്താൽ മരിക്കുന്നു ചൊല്ലിനാർ. ശാപകാലം നമുക്കാഗതമായിതു
താപസവാക്യമസത്യമായും വര. മന്നവനേവം പറഞ്ഞു വിലാപിച്ചു പിന്നെയും പിന്നെയും കേണു തുടങ്ങിനാൻ. ഹാ രാമപുത്ര ഹാ സീതേ ജനകജേ ഹാ രാമലക്ഷ്മണ ഹാ ഹാ ഗുണാംബുധേ. നിങ്ങളെയും പിരിഞ്ഞൻ മരണം പുനരിങ്ങനെ വന്നതു കൈകേയി സംഭവം. രാജീവനേത്രനെ ചിന്തിച്ചു ചിന്തിച്ചു രാജാ ദശരഥൻ പുക്കുസുരാലയം. ദുഃഖിച്ചു രാജനാരീജനവും പുനരൊക്കെ വാവിട്ടു കരഞ്ഞു തുടങ്ങിനാർ. വക്ഷസി താടിച്ചു കേഴുന്ന ഘോഷങ്ങൾ തൽക്ഷണം കേട്ടു വസിഷ്ഠമുനീന്ദ്രനും. മന്ത്രികളോടു മുഴറി സസംഭ്രമമന്ദമ അന്തഃപുരമകം പുക്കരുളി ചെയ്തു. തൈലമയദ്രോണി തന്നിലാക്കൂധരാപാലകൻ തന്നുടൽ കേട്ടുവന്നിടായിവാൻ എന്നതരുൾ ചെയ്തു. ദൂതന്മാരെയും വിളിച്ചിങ്ങു തന്നെ നിങ്ങൾ വേഗേന പോകണം. വേഗമേറിയിടും കുതിരയേറിച്ചെന്നു കേകയ രാജ്യമകമ്പുക്കു ചൊല്ലുക. മാതുലനായ യുധാജിത്തിനോടിനി ഏതു കാലമേ കാലം കളയാതയക്കണം. ശത്രുഘ്നനോടും ഭരതനെയെന്നതി വിദ്രുതം ചെന്നു ചൊൽകെന്നറി അയച്ചിടിനാൻ സത്വരം. കേകയ രാജ്യമകമ്പുക്കു നത്വായുധാജിത്തിനോടു ചൊല്ലിനാർ. കേൾക്ക നൃപേന്ദ്ര വസിഷ്ഠനരുൾ ചെയ്ത വാക്കുകൾ. ശത്രുഘ്നനോടും ഭരതനെ ഏതുമേ വൈകാതയോധ്യയ്ക്കയയ്ക്കുന്നു ദൂതവാക്യം കേട്ട നേരം നരാധിപൻ ബാലകന്മാരോടു പോകെന്നു ചൊല്ലിനാൻ. കാലേ പുറപ്പെട്ടിതു കുമാരന്മാരും ഏതാനുമങ്ങുരാപത്തകപ്പെട്ടിതു. താതനെന്നാകിലും ഭ്രാതാവിനാകിലും എന്തകപ്പെട്ടിതെന്നുള്ളിൽ പലതരം ചിന്തിച്ചു ചിന്തിച്ചു മാർഗേ ഭരതനും സന്താപമോടു അയോധ്യാപുരിപുക്കു സന്തോഷവർജിതം ശബ്ദഹീനം തഥാ. ഭ്രഷ്ടലക്ഷ്മീകം ജനോൽബാധവർജിതം ദൃഷ്ട്വാ വിഗതോത്സവം രാജ്യമെന്ദിതം. തേജോവിഹീനമകം ബുക്കിതു ചെന്നു രാജഗേഹം രാമലക്ഷ്മണവർജിതം. തത്ര കൈകേയിയെ കണ്ടു കുമാരന്മാർ ഭക്ത്യാ നമസ്കരിച്ചിടിനാരന്തികേ. പുത്രനെ കണ്ടു സന്തോഷേണ മാതാവുമുദ്ധായ ഗാഠമാലിംഗ്യമടിയിൽ വെച്ചുത്തമാങ്കേ. മുകർന്നാശു ചോദിച്ചിതു ഭദ്രമല്ലീ തൽക്കുലത്തിങ്കളക്കവി. മാതാവിനും ഭാതൃജനങ്ങൾക്കുമേതുമേ ദുഃഖമില്ലല്ലീ പറക നീ. ഇത്തരം കൈകേയി
ചൊന്ന നേരത്തതിനുത്തരമാശു ഭരതനും ചൊല്ലിനാൻ. ഖേദമുണ്ടച്ഛനെ കാണാഞ്ഞെനിക്കുള്ളിൽ, താതനെവിടെ വസിക്കുന്നു മാതാവേ. മാതാവിനോടു പിരിഞ്ഞു രഹസി ഞാൻ, താതനെ പണ്ടു കണ്ടീലൊരു നാളുമേ. ഇപ്പോൾ ഭവതി താനേ വസിക്കുന്നതെൻ എന്തുൾപ്പൂവിലുണ്ടുമേ താപവും ഭീതിയും. മൽപിതാവെങ്ങു പറകെന്നതു കേട്ടു തൽപ്രിയമാശു കൈകേയിയും ചൊല്ലിനാൾ. എൻ മകനെന്തു ദുഃഖിപ്പാനവകാശം, തിന്മനോവാഞ്ചിതമൊക്കെ വരുത്തി ഞാൻ. അശ്വമേധാദി യാഗങ്ങളെല്ലാം ചെയ്തു വിശ്വമെല്ലാടവും കീർത്തി പരത്തിയ സൽപുരുഷന്മാർഗതി ലഭിച്ചിടിനാൻ. ത്വൽപിതാവെന്നു കേട്ടോരു ഭരതനും ക്ഷോണീതലേ ദുഃഖവിഹ്വല ചിത്തനായി വീണു വിലാപം തുടങ്ങിനാനെത്രയും. ഹാ താത ദുഃഖസമുദ്രേ നിമജ്ഞമാമേതൊരു ദിക്കിന്നു പോയിതു ഭൂപതേ. എന്നെയും രാജ്യഭാരത്തെയും രാഘവൻ തന്നുടെ കയ്യിൽ സമർപ്പിയാതെ പിരിഞ്ഞെങ്ങു പോയിക്കൊണ്ടു പിതാവേ ഗുണനിധി. ഞങ്ങൾക്കുമാരുടെയോരിനി ദൈവമേ, പുത്രനീ വണ്ണം കരയുന്നതു നേരമുദ്ധ്യാപ്യ കൈകേയി കണ്ണുനീരും തുടച്ചാശ്വസിച്ചിടുക. ദുഃഖേന കിം ഫലമീശ്വര കൽപ്പിതമെല്ലാം അറിക നീ. അഭ്യുദയം വരുത്തിയിടിനേൻ ഞാൻ, തവ ലഭ്യമെല്ലാമേ ലഭിച്ചിതറിക നീ. മാതൃവാക്യം സമാകർണ്യ ഭരതനും ഭേദപരവശചേതസാ ചോദിച്ചു. ഏതാനുമൊന്നു പറഞ്ഞതില്ലേ മമതാതൻ മരിക്കുന്ന നേരത്തു മാതാവേ. ഹാ രാമ രാമ കുമാര സീതേ, മമ ശ്രീരാമ ലക്ഷ്മണ രാമ 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 സീതേ. ജനകസുതേതി പുനരാതുരനായി വിലാപിച്ചു മരിച്ചിതു. താതനതു കേട്ട നേരം ഭരതനും മാതാവിനോടു ചോദിച്ചാനതെന്തയ്യോ. താതൻ മരിക്കുന്ന നേരത്തു രാമനും സീതയും സൗമിത്രിയുമരികത്തില്ലേ എന്നതു കേട്ടു കൈകേയിയും ചൊല്ലിനാൾ. മന്നവൻ രാമനഭിഷേകമാരഭ്യ സന്നദ്ധനായതു കണ്ട നേരത്ത് ഞാൻ എന്നുടെ നന്ദനൻ തന്നെ വാഴിക്കേണമെന്നു പറഞ്ഞഭിഷേകം മുടക്കി. നിന്നോടിതിൻ പ്രകാരം പറയാമല്ലോ. രണ്ടുവരം മമ തന്നു തവ പിത, പണ്ടതിലൊന്നിനാൽ നിന്നെ വാഴിക്കെന്നും. രാമൻ വനത്തിനു പോകെന്നു മറ്റേതും ഭൂമിപൻ തന്നോടിതു
പാർവതി പൃഥ്വീതലം നിനക്കും തന്നു രാമനെ കാനനവാസത്തിനായച്ചിടിനാൻ. ജാനകീ ദേവി പാതിവ്രത്യമാലംബ്യ ഭർത്താശ്രമം ഗമിച്ചിടിനാളാശു സൗമിത്രിയും ഭ്രാതാവിനോടു കൂടെ പോയാൻ. താതനവരെ നിനച്ചു വിലാപിച്ചു ഖേദേന രാമ രാമേതി ദേവാലയം ബുക്കാനറികെന്ന് മാതൃവാക്യം കേട്ടു ദുഃഖിച്ചു ഭൂമിയിൽ വീണു ഭരതനും. മോഹം കലർന്ന നേരത്ത് കൈകേയുമാഹന്ത ശോകത്തിനെന്തൊരു കാരണം. രാജ്യം നിനക്കു സംപ്രാപ്തമായി വന്നിതു പൂജ്യനായി വാഴ്ക ചാബല്യം കളഞ്ഞു നീ എന്നു കൈകേയി പറഞ്ഞതു കേട്ടുടനൊന്നു കോപിച്ചു നോക്കിയിടിനാൽ മാതരം ക്രോധാഗ്നി തന്നിൽ ദഹിച്ചു പോമമ്മയെന്നാധി പൂണ്ടിടിന കണ്ടു നിന്നോർകളും. ഭർത്താവിനെ കൊന്ന പാപേ മഹാഘോരെ നിസ്ത്രപേ നിർദയേ ദുഷ്ടേ നിശാചരി നിന്നുടെ ഗർഭത്തിലുത്ഭവിച്ചേനൊരു പുണ്യമില്ലാതെ മഹാപാപി ഞാനഹോ. നിന്നോടുരിയാടരുതിനി ഞാൻ ചെന്നു അഗ്നിയിൽ വീണു മരിപ്പനല്ലായികിലോ. കാളകൂടം കുടിച്ചിടുവനല്ലായിൽ വാളെടുത്താശു കഴുത്തറുത്തിടുവൻ. വല്ല കണക്കിലും ഞാൻ മരിച്ചിടുവനില്ലൊരു സംശയം ദുഷ്ടേ ഭയങ്കരി. ഘോരമായുള്ള കുംഭീപാകമാകിയ നാരകം തന്നിൽ വസിക്കുമിതുമൂലം ഇത്തരം മാതരം ഭൽസിച്ചു ദുഃഖിച്ചു സത്വരം ചെന്ന് കൗസല്യാഗൃഹം ബുക്കാൻ. പാദേ നമസ്കരിച്ചോരു ഭരതനെ മാതാവു കൗസല്യയും പുണർന്നീടിനാൾ. കണ്ണുനീരോടും മെലിഞ്ഞതിദീനമായി ഖിന്നയായൊരു കൗസല്യ ചൊല്ലിടിനാൾ. കർമ്മദോഷങ്ങളിതെല്ലാം അകപ്പെട്ടിതൻ മകൻ ദൂരത്തകപ്പെട്ട കാരണം. ശ്രീരാമനുമൻ മനുജാതനും സീതയും ചീരാംബരജടാധാരികളായി വനം പ്രാപിച്ചിതെന്നയും ദുഃഖാംബുരാശിയിൽ താപേന മഗ്നയാക്കിടിനാർ നിർദ്ദയം. ഹാ രാമ രാമ രഘുവംശ നായക നാരായണ പരമാത്മൻ ജഗൽപദേ. നാഥ ഭവാൻ മമ നന്ദനായി വന്നു ജാതനായിടിനാൽ കേവലമെങ്കിലും ദുഃഖമെന്നെ പിരിയുന്നീലൊരിക്കലും ഉൾക്കാമ്പിലോർത്താൻ. വിധിബലമാം തുലോ ഇത്തം കരയുന്ന മാതാവു തന്നെയും നത്വാ ഭരതനും ദുഃഖേന ചൊല്ലിനാൾ. ആതുരമാനസയായിലതു
ആതുരമാനസയായി കാകിതുകൊണ്ടു മാതാവു ഞാൻ പറയുന്നതു കേൾക്കണം. രാഘവരാജ്യാഭിഷേകം മുടക്കിയാൾ കൈകേയിയാകിയ മാതാവേ, ഞാനറിഞ്ഞിട്ടില്ല രാഘവൻ തന്നാണേ, ഞാനറിഞ്ഞത്രേയതെങ്കിലോ മാതാവേ. ബ്രഹ്മഹത്യാശതജാതമാം പാപവുമമ്മേ ഭുജിക്കുന്നതുണ്ടു ഞാൻ നിർണയം. ബ്രഹ്മാത്മജനാം വസിഷ്ഠമുനിയെയും ധർമ്മധാരങ്ങളരുന്ധതി തന്നെയും ഖഡ്ഗേന നിഗ്രഹിച്ചാലുള്ള പാപവുമൊക്കെ അനുഭവിച്ചിടുന്നതുണ്ടു ഞാൻ. ഇങ്ങനെ നാനാശബദങ്ങളും ചെയ്തു തിങ്ങിന ദുഃഖം കലർന്നു ഭരതനും. കേഴുന്ന നേരം ജനനിയും ചൊല്ലിന, ദോഷം നിനക്കേതുമില്ലെന്നറിഞ്ഞു ഞാൻ ഇത്തം പറഞ്ഞു പുണർന്നു ഗാഠമുത്തമാകെ മുകർന്നാളതു കണ്ടവരൊക്കെ വാവിട്ടു കരഞ്ഞു തുടങ്ങിനാരക്കഥ കേട്ടു. വസിഷ്ഠമുനീന്ദ്രനും മന്ത്രിജനത്തോടു മൻപോടെഴുന്നള്ളി സന്താപമോടു തൊഴുതു ഭരതനും. രോദനം കണ്ടരുൾ ചെയ്തു വസിഷ്ഠനും, ഖേദം മതി കേളിതു കേവലം. വൃദ്ധൻ ദശരഥനായ രാജാധിപൻ സത്യപരാക്രമൻ വിജ്ഞാനവീര്യവാൻ, മർത്യസുഖങ്ങളാം രാജഭോഗങ്ങളും ഭുക്വാ യഥാവിധിയജ്ഞങ്ങളും ബഹുകൃത്വാ ബഹുധനദക്ഷിണയും ദത്വാ ത്രിവിഷ്ടപം ഗത്വാ യഥാ സുഖം ലബ്ധ്വാ പുരന്തരാർദാസനം ദുർലഭം. വൃത്രാരിമുഖ്യ ത്രിദശൗഖവന്ദ്യനായ ആനന്ദമോടിരിക്കുന്നതിനെന്തു നീയാനനം താഴ്ത്തി നേത്രാംബു തൂകിയിടുന്നു. ശുദ്ധനാത്മാ ജന്മനാശാദിവർജിതൻ നിത്യൻ നിരുപമനവ്യയനദ്വയൻ സത്യസ്വരൂപൻ സകല ജഗന്മയൻ മൃത്യുജന്മാദിഹീനൻ ജഗൽ കാരണൻ ദേഹമത്യർത്ഥം ജഡം ക്ഷണഭങ്കുരം മോഹൈക കാരണം മുക്തിവിരോധകം ശുദ്ധി വിഹീനം പവിത്രമെല്ലൊട്ടുമേ ചിത്തെ വിചാരിച്ചു കണ്ടാലൊരിക്കലും ദുഃഖിപ്പതിനവകാശമില്ലേതുമേ. ദുഃഖേന കിംബലം മൃത്യുവശാത്മന താതനെന്നാകിലും പുത്രനെന്നാകിലും പ്രേതരായാലതിമൂഢരായുള്ളവർ മാറത്തലച്ചു തൊഴിച്ചു മുറവിളിച്ചേരെ തളർന്നു മോഹിച്ചു വീണിടുവോ. നിസാരമെത്രയും സംസാരമോർക്കിലോ
സത്സംഗമൊന്നേ ശുഭകരമായുള്ളൂ. തത്ര സൗഖ്യം വരുത്തിയിടുവാൻ നല്ലതു നിത്യമായുള്ളൊരു ശാന്തിയറിക നീ. ജന്മമുണ്ടാകിൽ മരണവും നിശ്ചയം. ജന്മം മരിച്ചവർക്കും വരും നിർണയം. ആർക്കും തടുക്കരുതാതൊരവസ്ഥയെന്നോർക്കണമെല്ലാം സ്വകർമ്മവം കർമ്മവശഗതം. തത്വമറിഞ്ഞുള്ള വിദ്വാനൊരിക്കലും പുത്രമിത്രാർത്ഥകളത്രാദിവസ്തുന വേർപെടുന്നേരവും ദുഃഖമില്ലേതുമേ. സ്വഭേദമെന്നാൽ സുഖവുമില്ലേതുമേ. ബ്രഹ്മാണ്ഡകോടികൾ നഷ്ടങ്ങളായതും ബ്രഹ്മണാ സൃഷ്ടങ്ങളായതും പാർക്കിലോ സംഖ്യയില്ലാതോളമുണ്ടിതെന്നാൽ ക്ഷണഭങ്കുരമായുള്ള ജീവിതകാലത്തിലെന്തൊരാസ്ഥ മഹാജ്ഞാനിനാമുള്ളതും. ബന്ധമെന്തീ ദേഹദേഹികൾക്കെന്നതും ചിന്തിച്ചുമായ ഗുണവൈഭവങ്ങളും അന്തർമുദ കണ്ടവർക്കെന്തു സംഭ്രമം. കമ്പിതപത്രാഗ്രലന്ധാംബുബിന്ദുവൽ സമ്പതിച്ചിടുമായുസ്സദിനശ്വരം. പ്രാക്തനദേഹസ്ഥകർമ്മണ പിന്നെയും പ്രാപ്തനാം ദേഹിക്കു ദേഹം പുനരവി. ജീർണവസ്ത്രങ്ങളുപേക്ഷിച്ചു ദേഹികൾ പൂർണ്ണശോഭം നവവസ്ത്രങ്ങൾ കൊള്ളുന്നു. ജീർണദേഹങ്ങളൗവണ്ണമുപേക്ഷിച്ചു പൂർണ്ണശോഭം നവദേഹങ്ങൾ കൊള്ളുന്നു. കാലചക്രത്തിൻ ഭ്രമണവേഗത്തിനു മൂല ഇക്കർമ്മഭേദങ്ങളറിക നീ. ദുഃഖത്തിനെന്തൊരു കാരണം ചൊല്ലു നീ. മുഖ്യജനമതം കേൾക്ക ഞാൻ ചൊല്ലുവൻ. ആത്മാവിനില്ല ജനനം മരണവും ആത്മനി ചിന്തിക്ക ഷഡ്ഭാവവുമില്ല. നിത്യനാനന്ദസ്വരൂപൻ നിരാകുലൻ സത്യരൂപൻ സകലേശ്വരൻ ശാശ്വതൻ ബുദ്ധ്യാദിസാക്ഷി സർവാത്മാ സനാതനൻ അദ്വയനേകൻ പരൻ പരമൻ ശിവൻ. ഇത്തമനാരദം ചിന്തിച്ചു ചിന്തിച്ചു ചിത്തേ ദൃഢമായറിഞ്ഞു ദുഃഖങ്ങളും ത്യക്വാ തുടങ്ങുക കർമ്മസമൂഹവും സത്വരമേതും വിഷാദമുണ്ടാകുല. കർമ്മം ശ്രുത്വാ ഗുരുവചനം നൃപനന്ദനൻ കൃത്വാ യഥാവിധി സംസ്കാരകർമ്മവും മിത്രഭൃത്യാ മാതൃസോദരരോപാധ്യായയുക്തനായോരു ഭരതകുമാരനും താതശരീരമെണ്ണത്തോണി തന്നിൽ നിന്നാദരപൂർവമെടുത്തു നീരാടിച്ചു ദിവ്യാംബരാഭരണാലേപനങ്ങളാൽ സർവാംഗമെല്ലാം അലങ്കരിച്ചു.
പ്രാപിച്ചിടിനാൻ. അഗ്നിഹോത്രാക്തി തന്നാൽ അഗ്നിഹോത്രിയെ സംസ്കരിക്കും വണ്ണമാചാര്യ സംയുതം ദത്വാ തിലോദകം ദ്വാദശവാസരേ ഭക്ത്യാ കഴിച്ചിതു പിണ്ഡവുമാദരാൽ വേദപരായണന്മാരാം ദ്വിജാവലിക്കോദനഗ്രാമരത്നാംബരം ഭൂഷണലേപന താംബൂലപൂഗങ്ങൾ ഘോഷേണ ദാനവും ചെയ്തു സസോദരം വീണു നമസ്കരിച്ചാശീർവചനമാദാനവും ചെയ്തു വിശുദ്ധനായി മേവിനാൻ. ജാനകി ലക്ഷ്മണ സംയുക്തനായുടൻ കാനനം പ്രാപിച്ച രാമകുമാരനെ മനസ്സേ ചിന്തിച്ചനുദിനം മാനവവീരനായൊരു ഭരതനും സാനൂജനായി വസിച്ചിടിനാനദ്ദിനം. നാനാസുഹൃജ്ജനത്തോടു മനാകുലൻ തത്ര വസിഷ്ഠമുനീന്ദ്രൻ മുനികുലസത്തമന്മാരുമായി വന്നു സഭാന്തികേ അർണോരുഹാസന സന്നിപനാമുനി സ്വർണാസനെ മരുവീടിനാദരാൽ ശത്രുഘ്ന സംയുക്തനായ ഭരതനെ തത്ര വരുത്തിയ നേരമവർകളും മന്ത്രികളോടും പുരവാസികളോടും അന്തരാനന്ദം വളർന്നു മരുവിനാർ. കുമ്പിട്ടു നിന്ന ഭരതകുമാരനോടംഭോജ സംഭവനന്ദനൻ ചൊല്ലിനാൻ. ദേശകാലോചിതമായുള്ള വാക്കുകൾ ദേശികനായ ഞാനാശു ചൊല്ലിടുവൻ. സത്യസന്ധൻ തവതാതൻ ദശരഥൻ പൃഥ്വീതലം നിനക്കദ്യ നൽകിടിനാൻ. പുത്രാഭ്യുദയാർത്ഥമേഷ കൈകേയിക്കു ദത്തമായൊരു വരദ്വയം കാരണം. മന്ത്രപൂർവമഭിഷേകം നിനക്കു ഞാൻ മന്ത്രികളോടു മൻപോടു ചെയ്തിടുവൻ. രാജ്യമരാജകമാം ഭവാനാലി നിത്യാജ്യമല്ലെന്നു ധരിക്ക കുമാര. നീ താത നിയോഗമനുഷ്ഠിക്കയും വേണം. പാതകമുണ്ടാമതല്ലാകിലേവനും ഒന്നൊഴിയാതെ ഗുണങ്ങൾ നരന്മാർക്കു വന്നുകൂടുന്നു ഗുരുപ്രസാദത്തിനാൽ എന്നരുൾ ചെയ്ത വസിഷ്ഠമുനിയോടു നന്നായി തൊഴുതുണർത്തിച്ചു ഭരതനും. ഇന്നടിയന്നു രാജ്യം കൊണ്ടു കിംഫലം മന്നവനാകുന്നതും മമ പൂർവജൻ. ഞങ്ങളവനുടെ കിങ്കരന്മാരത്രേ നിങ്ങളിതെല്ലാം അറിഞ്ഞല്ലോ. മേവുന്നു നാളെ പുലർക്കാലെ പോകുന്നതുണ്ടു ഞാൻ. നാളിക നേത്രനെ കൊണ്ടിങ്ങോരുവാൻ. ഞാനും ഭവാനുമരുന്ധതീ ദേവിയും
നാനാപുരവാസികളും അമാത്യരും ആന തേർക്കാലാൾ കുതിരപ്പടയോടും മാനകശങ്കപടക വാദ്യത്തോടും സോദരഭൂസുരതാപസമാമന്ദമേദിനീ പാലക വൈശശൂദ്രാദിയും സാദരമാശു കൈകേയൊഴിഞ്ഞുള്ള മാതൃജനങ്ങളുമായിട്ടു പോകണം. രാമനിങ്ങാഗമച്ചിടുവോളം ഞങ്ങൾ ഭൂമിയിൽ തന്നെ ശയിക്കുന്നതേയുള്ളൂ. മൂലഫലങ്ങൾ ഭുജിച്ചു ഭസിതവുമാലേപനം ചെയ്തു വൽക്കലവും പൂണ്ടു താപസവേഷം ധരിച്ചു ജഡപൂണ്ടു താപം കലർന്നു വസിക്കുന്നതേയുള്ളൂ. ഇത്തം ഭരതൻ പറഞ്ഞതു കേട്ടവരെത്രയും നന്നു നന്നെന്നു ചൊല്ലിടിനാൻ. ഇന്നത്തെ പാരായണ ഭാഗങ്ങൾ ഭഗവാന്റെ തൃപാദത്തിൽ സമർപ്പിക്കുന്നു. എല്ലാവർക്കും ശ്രീരാമചന്ദ്രസ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ. 10-ാം ദിവസത്തെ പാരായണവുമായി വീണ്ടും കാണാം. ജയ് ശ്രീറാം.